ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സമീർ ആണെങ്കിൽ സൃഷ്ടിയെ വീഡിയോ കോൾ ചെയ്യുകയാണ്. സൃഷ്ടിയാണെങ്കിൽ എന്നെ എന്തിനാണ് ഡിസ്റ്റർബ് ചെയ്തത്, ഞാൻ സുന്ദരിയാണ്, സുന്ദരികളാണെങ്കിൽ നന്നായിട്ട് കിടന്നുറങ്ങണമെന്നൊക്കെ പറയുന്നു. സൃഷ്ടിയാണെങ്കിൽ എൻ്റെ ബ്യൂട്ടിയുടെ രഹസ്യം ഉറക്കമാണെന്നൊക്കെ പറയുന്നു. സമീർ അപ്പോൾ പറയാണ് എൻ്റെ ബ്യൂട്ടിയുടെ ഇന്നത്തെ രഹസ്യം ഞാൻ ഉണർന്നിരിക്കുന്നതാണെന്ന്. സമീർ ആണെങ്കിൽ സൃഷ്ടിയോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ഡോക്ടറിന് വേണ്ടി കാവലിരിക്കുകയാണെന്നും നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. സൃഷ്ടിക്കാണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല അത് കേട്ടപ്പോൾ. പ്രീത ചേച്ചിയാണെങ്കിൽ എന്നെ ഈ പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തിയില്ലല്ലോ എന്നൊക്കെ ഓർക്കുകയാണ്. പക്ഷേ സൃഷ്ടിയാണെങ്കിൽ സമീറിനെ കളിയാക്കുകയാണ്. നിന്നെ ഒരു സെക്യൂരിറ്റി ആയിട്ട് കാവലിരുത്തിയേക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ അതിൽ വലിയ പ്രൗഡൊന്നും ആകണ്ട എന്നൊക്കെ പറയുന്നു. സൃഷ്ടിയാണെങ്കിൽ സമീറിനോട് പറയുന്നുണ്ട് അവിടെ ആരും വരാൻ പോകുന്നില്ല, നിന്നെ അവിടെ കാവലിരുത്തിയിട്ട് എല്ലാവരും ഉറങ്ങാൻ പോയതാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. സൃഷ്ടിയും സമീറും ഫോൺ വെക്കുന്നു. ഫോൺ വെച്ചതിന് ശേഷം സൃഷ്ടിയാണെങ്കിൽ വിഷമിക്കുകയാണ്. എന്നെ ഒരു കാവൽക്കാരിയായിട്ട് പോലും ആ പ്ലാനിങ്ങിൽ കൂട്ടിയില്ലല്ലോ പ്രീതയും കിരണുമെന്ന്. സമീറിനാണെങ്കിൽ സൃഷ്ടിയുടെ അടുത്ത് ആൾ കളിച്ചപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു. പക്ഷേ സൃഷ്ടി പറഞ്ഞതിലും എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ആലോചിക്കുന്നു. പ്രീതയും കിരണും ശരിക്കും എന്നെ മന്ദബുദ്ധിയാക്കിയതാണോ, എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറിപ്പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഷേർലിനെയും പൃഥ്വിയുമാണ്. ഷേർലിനാണെങ്കിൽ പൃഥ്വിയോട് പറയുകയാണ് നമ്പ്യാർ ഫാമിലിയിലേക്ക് പോകാൻ, ആ ഡോക്ടറിനെ പോയി കൊല്ലാൻ പറയുന്നു. പൃഥ്വിയാണെങ്കിൽ നിനക്ക് ഭ്രാന്താണോ എന്ന് ചോദിക്കുന്നു. അന്ന് തന്നെ സ്ലാം ബുക്ക് എടുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, അന്ന് ഞാൻ പിടിക്കപ്പെടേണ്ടതായിരുന്നു, ഇനിയും ഞാൻ ഇവിടെ പോയാൽ ഉറപ്പായിട്ടും പിടിക്കപ്പെടും, പിന്നെ ഞാൻ ജയിലിൽ കിടക്കേണ്ട സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമെന്ന് പറയുകയാണ്. ഷേർലിൻ അപ്പോൾ പറയാണ് കിരണിനെ അങ്ങ് കൊന്നാൽ മതിയായിരുന്നുവെന്ന്. പൃഥ്വി അപ്പോൾ പറയാണ് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, നീ ഒന്നും ചിന്തിക്കാതെയാണ് സംസാരിക്കുന്നത്, കിരണിനാണെങ്കിൽ ചെറിയ പോറൽ പോലും ഉണ്ടായാൽ മീഡിയക്കാർ വെറുതെ വിടില്ല എന്നൊക്കെ പറയാണ്. രണ്ടുപേരും പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് സഞ്ജു ഫോൺ ചെയ്യുന്നു. സഞ്ജു ഫോൺ ചെയ്തിട്ട് പറയുന്നു ഞാൻ നമ്പ്യാർ ഫാമിലിയിൽ കയറിയിട്ടുണ്ട്, ഇപ്പോഴാണെങ്കിൽ ഒരാൾ കാവൽ വരെയുണ്ട്, അവൻ അവിടെ നിന്നും മാറിയിട്ടുണ്ട്, ഇപ്പോൾ റൂമിൽ കയറി ഞാൻ ഡോക്ടറിനെ കൊല്ലുമെന്ന് സൂചിപ്പിക്കുന്നു. പൃഥ്വി അപ്പോൾ പറയാണ് ആ ഡോക്ടറിനെ കൊല്ലുകയൊന്നും വേണ്ട, നീ തട്ടിക്കൊണ്ട് വന്നാൽ മതിയെന്ന്. ഷേർലിനാണെങ്കിൽ പൃഥ്വി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി സഞ്ജുവിനോട് സംസാരിച്ച് വഴക്കുണ്ടാക്കുന്നുണ്ട്. സഞ്ജുവിനോടാണെങ്കിൽ പറയുന്നുണ്ട് നീ സൂക്ഷിച്ചില്ലെങ്കിൽ നിന്നെ നമ്പ്യാർ ഫാമിലിയിലുള്ളവർ പിടിക്കും, ഉറപ്പായിട്ടും പിടിക്കുമെന്നൊക്കെ പറയുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം പൃഥ്വിക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നു ഷേർലിനോട്. ഷേർലിനോട് പറയുന്നു നീ കൂടുതലൊന്നും ആൾ കളിക്കരുത്, നിന്നോട് എനിക്ക് എപ്പോഴും സ്നേഹമൊന്നും ഉണ്ടാകത്തില്ല, പ്രീതയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവളോടായിരിക്കും സ്നേഹം, അവളൊരു നല്ല പെൺകുട്ടിയാണെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുകയാണ്. സഞ്ജു വിചാരിക്കുകയാണ് റൂമിൽ കിടക്കുന്നവരെല്ലാം റൂം പുറത്തുനിന്ന് പൂട്ടിയതിന് ശേഷം ഡോക്ടറിൻ്റെ റൂമിലേക്ക് കയറിയാൽ മതിയെന്ന്. ആദ്യം തന്നെ പ്രീത കിടക്കുന്ന റൂമിലേക്കാണ് ചെല്ലുന്നത്. പക്ഷേ പ്രീതയെ കാണുന്നില്ല, അതുകൊണ്ട് ആ റൂമിൽ ആരുമില്ല എന്ന് കരുതിയിട്ട് പുറത്തുനിന്ന് പൂട്ടുന്നില്ല. സഞ്ജു ആണെങ്കിൽ ഡോക്ടറിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നു. ആ സമയത്താണെങ്കിൽ കവിത ആൻറ്റി അതുവഴി പോകുന്നു, അത് കണ്ടിട്ട് മറഞ്ഞു നിൽക്കുന്നു. സമീർ ആണെങ്കിൽ കിരണിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നു. റൂമാണെങ്കിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. പ്രീതയും കിരണും തമ്മിലുള്ള വഴക്കിൻ്റെ ഭാഗമായിട്ട് പൂട്ടിയതായിരിക്കും പ്രീത എന്ന് കരുതിയിട്ട് ഓപ്പൺ ചെയ്ത് സമീർ അകത്ത് കയറിയിട്ട് കിരണിനെ വിളിക്കുകയാണ്. സമീർ ആണെങ്കിൽ കിരണിനെ ഉറക്കത്തിൽ നിന്നും വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് കിരൺ എഴുന്നേൽക്കുന്നില്ല. കിരൺ ആണെങ്കിൽ ഉറക്കം വരുന്നു, നീ പോകാൻ എന്നൊക്കെ പറയുന്നുണ്ട്. സമീർ ആണെങ്കിൽ പോകുന്നില്ല. സമീർ ആണെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നെന്നും പറഞ്ഞിട്ട് കിരണിൻ്റെ അടുത്ത് തന്നെ കിടക്കാൻ ശ്രമിക്കുകയാണ്. അതേസമയം കവിത ആൻറ്റി ആണെങ്കിൽ തുറന്നു കിടക്കുന്ന റൂമിലാണെങ്കിൽ ഡോക്ടറിനെ കാണുന്നു. ഈ ഗസ്റ്റ് റൂമിൽ ആരാണ് കിടക്കുന്നതെന്ന് കരുതിയിട്ട് റൂമിലേക്ക് ചെല്ലുന്നു. സഞ്ജു ആണെങ്കിൽ കതകിൻ്റെ പുറകിൽ മറഞ്ഞിരിക്കുകയാണ്. കവിത ആൻറ്റി ആണെങ്കിൽ ഡോക്ടറിനെ കാണുമ്പോൾ മനസ്സിലാകുന്നു ഷേർലിനെ നോക്കിയ ഡോക്ടറാണല്ലോ എന്ന്. എന്താണ് ഇവിടെ കിടക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്